ബിഗ് ബോസ് സീസൺ 7-ലെ ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ട് നടക്കുന്നുണ്ട്. പിന്നെ പുറത്ത് കിട്ടിയ ചില വാർത്തകൾ നോക്കുമ്പോൾ, വോട്ടിംഗ് റിസൾട്ടൊക്കെ കേൾക്കുമ്പോൾ അനുമോൾ കപ്പ് തൂക്കി എന്ന് ഉറപ്പിച്ച കാര്യങ്ങളാണ് പുറത്ത് വരുന്നത്. ചില കാര്യങ്ങളിൽ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നൂറ് ഇന്നലെ പുറത്തായപ്പോൾ ദിയാസന കുറേ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്നലെ വൈകിട്ടോ ഇന്ന് രാവിലെ ഇട്ട സ്റ്റോറിയിൽ അനുമോളിൻ്റെ PR വിനുവിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് എടുക്കുന്നതായിട്ടുള്ള ഒരു AI ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ദിയാസന അങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയത് ലീക്കായിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ടാവണമായിരിക്കും. അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വിനു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. PR വിനു നമ്മുടെ ഒരു തൊപ്പിയുടെ ഫോട്ടോ വെച്ചിട്ട്, ഒരു തൊപ്പിയുണ്ട്, ആ തൊപ്പിയിൽ 3G എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ തൊപ്പി മൂഞ്ചി എന്നായിരിക്കും. ഇന്നലെ സപ്പോർട്ട് ചെയ്തതാണല്ലോ തൊപ്പി, അനീഷിനാണല്ലോ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ തൊപ്പി മൂഞ്ചി എന്നായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ കപ്പ് മൂഞ്ചി എന്നായിരിക്കും. പക്ഷേ കൂടുതൽ ചാൻസ് തൊപ്പി മൂഞ്ചി എന്നാവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും അനുമോൾ കപ്പടിച്ചു, കപ്പ് അനുമോൾക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അത് സത്യമാണെങ്കിൽ ഈ ഏഷ്യാനെറ്റുകാർ അടുത്ത വർഷങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുറത്ത് വിടാതെ, ലീക്കാക്കാതെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അവിടെ എവിക്ഷൻ നടക്കുമ്പോഴേക്കും ഇവിടെ പുറത്ത് എല്ലാവരും അറിയണം. അതൊക്കെ വളരെ മോശമാണ്. നമ്മളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കളയുക. നമ്മളത് അറിയാതിരിക്കുന്നവർക്ക് ക്യൂരിയോസിറ്റി അല്ല ആര് ജയിക്കുന്നത്. അത് പ്രേക്ഷകരല്ലേ ഈ പരിപാടി വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് തീരെ മോശമാണ്. യൂട്യൂബേഴ്സിന് ഇത് അറിയിച്ചു കൊടുക്കുന്നത്. പക്ഷേ വിനുവിന് എങ്ങനെ അത് തൊപ്പി മൂഞ്ചി എന്ന് എഴുതിയെന്ന് അറിയില്ല. അഖിൽമാരാറിൻ്റെ എല്ലാവരുടെയും സ്റ്റോറി, അഖിൽമാർ പറഞ്ഞതെല്ലാം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റത്തെ സ്റ്റോറിയിൽ തൊപ്പിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൽ മൂഞ്ചി എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ തൊപ്പി മൂഞ്ചി എന്നായിരിക്കും, അല്ലെങ്കിൽ കപ്പ് മൂഞ്ചി എന്നായിരിക്കും. കപ്പ് മൂഞ്ചി എന്നാണെങ്കിൽ അവർക്ക് എഴുതാൻ ചാൻസ് ഇല്ല. പിന്നെ ദിയാസന നൂറയൊക്കെ എവിക്റ്റ് ആയതിൻ്റെ ദേഷ്യത്തിൽ ചെയ്താലും ചാൻസ് ഉണ്ട്. കാരണം ദിയാസന പറയുന്നത് പിന്നെ അതിലേക്ക് നൂറയ്ക്കും PR ഇല്ല ആണല്ലോ അല്ലേ. PR ഇല്ലാതെയാണല്ലോ അവർ 99 ദിവസം നിന്നത്. ആരെയാ പൊട്ടന്മാരാക്കുന്നത്? നീയേ ഒരു PR ആണല്ലേ, ദിയാസന ഒരു PR തന്നെയല്ലേ. എന്തിനാ ഇങ്ങനെ ഒരാളെ മാത്രം ക്രൂശിക്കണമെന്ന് അറിയാത്തത്? എന്താ ഇവരെയൊക്കെ കണ്ടിട്ട് പിന്നെയും എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെയൊക്കെ നടക്കും അനുമോൾ എന്ന് അറിയാത്തത്. എന്തോ അതൊക്കെ അവരുടെ ഇഷ്ടം. നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞോടെ അടുത്ത ബിഗ് ബോസ് വന്നാൽ അടുത്ത ബിഗ് ബോസ് കാണും. ഇത് മറക്കും, ഇത് മറന്നു പോകും. പക്ഷേ അതിലുള്ളവർ ഇത് മറക്കില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് അനുമോൾ കപ്പടിച്ചു എന്നാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് പുറത്ത് വരുന്ന ഈ വിനുവിൻ്റെ സ്റ്റോറിയും ഇതും കാണുന്ന സമയത്തും, പിന്നെ ഒരുപാട് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും, വോട്ടിങ്ങിൻ്റെ ഓരോരോ ഓരോ ചാനലിലെ പോളിടുമല്ലോ, അതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അനുമോൾ കപ്പ് തൂക്കി എന്നാണ് തോന്നുന്നത്. അനുമോൾ കപ്പടിച്ചു. പിന്നെ ഷൂട്ട് നൈറ്റ് എന്തായാലും ഇതുപോലുള്ള ഷൂട്ടെല്ലാം ഫിനാലെയൊക്കെ ലൈവ് വരണം. ശരിക്കും ആ ലൈവാണ് ഏറ്റവും നല്ലത്. ലൈവ് ആണ് ശരി. 7 മണിക്കല്ലേ നേരത്തെ വെച്ചിരിക്കുന്നത്. ആ ഒരു ദിവസം മാത്രം ലൈവ് വെച്ചാൽ എന്താ പ്രശ്നം? ചെയ്യില്ല. ഇവർക്കൊക്കെ ഷൂട്ട് തീർത്തുകൊണ്ട് വേഗം, എന്നിട്ട് അതിനകത്ത് വിശ്വാസമുള്ള ഒരാളുമില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പുറത്ത് ക്യൂരിയോസിറ്റി കളയാൻ വേണ്ടി ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ വരുന്നത്. പറയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു കപ്പ് കിട്ടി എന്നാണ് തോന്നുന്നത് അനുമോൾക്ക്.